മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതുദിനം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവം സ്നേഹവായ്പോടെ കരുതലോടെ തൻ്റെ മക്കളായി നമ്മെ തന്നോട് ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളാണ് ഈ പ്രഭാതത്തിൻ്റെ സുന്ദര നിമിഷങ്ങൾ. അവിടുന്ന് മക്കളോടെന്ന പോലെ നമ്മോട് വർത്തിക്കുന്നുവെന്നാണ് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. കണ്ടാൽ എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന അങ്ങനെയാണ് താനും. എത്രയോ വലിയൊരു വിളിയാണ്, തിരഞ്ഞെടുപ്പാണ്. സ്വർഗത്തിൻ്റെ അനന്ത നന്മയായ ദൈവം എനിക്കും നിങ്ങൾക്കും നമുക്കും നൽകിയിരിക്കുന്നത്. വലിയ വചന സത്യത്തെ ഓർത്ത് ദൈവത്തിന് ഈ പ്രഭാതത്തിൽ നന്ദി അർപ്പിക്കാം. ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ആ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന ആ വലിയ തിരിച്ചറിവോടെ നമ്മുടെ ജീവിതത്തെ, ജീവിത കാര്യങ്ങളെ, ജീവിതമായിരിക്കുന്ന അവസ്ഥകൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നിൻ്റെ സ്നേഹം കൊണ്ട്, നിൻ്റെ കരുണ കൊണ്ട് അങ്ങേ മക്കളായ എന്നെ ഞങ്ങളെ പൊതിയണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും അനേകായിരങ്ങളിലേക്ക് കടന്നെയെല്ലാം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ഭവനങ്ങളിൽ, വിവിധ ഇടങ്ങളിലൊക്കെ ആയിരുന്ന് വചനം കേട്ടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകായിരങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്വർഗീയമായ മാധ്യസ്ഥം നമുക്കൊന്ന് ചേർന്ന് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് മാതാപിതാക്കൾ മക്കളെ വിദ്യാഭ്യാസം കൊടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടൊക്കെ നല്ലൊരു ജോലി ലഭിക്കാത്തതിനെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്. ലക്ഷങ്ങൾ കടം വാങ്ങി മക്കളെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയച്ചിട്ട് നല്ലൊരു ജോലി ലഭിക്കാതെ വീണ്ടും ലോണെടുത്ത് മക്കൾക്ക് പണം അയച്ചു കൊടുക്കുന്നതിന് ഭാരത്തിലായിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന തൊഴിൽരഹിതരായ യുവാക്കളെയും അവിടെ ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളെയും മാതാപിതാക്കളൊക്കെ സമർപ്പിച്ച് ഈ ദിനം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കാൻ, വചനം സ്വീകരിക്കാൻ, വചനത്തിനു വേണ്ടി ജീവിക്കാൻ എല്ലാം നമ്മെ സജ്ജരാക്കുന്നത്. ഈ പ്രഭാതത്തിൽ വചനത്തിൻ്റെ ആന്തരിക സന്ദേശം ഉൾക്കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, ജീവിത വഴികളിലെന്നും ദൈവത്തിൻ്റെ വചനത്തോടൊപ്പം ഉള്ളൊരു യാത്രയാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റുവാൻ തക്കവിധം നീ ഞങ്ങളിൽ വന്ന് നിറയണമേ. നിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ വചന പ്രഭ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും
അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ ദിനത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് നമുക്ക് കാതോർക്കാം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങളാണ് കർത്താവ് ഇതിന് നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് വചനം കേൾക്കാം. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ തിരുവചനം കേട്ടത്. ഇതേ വചനങ്ങൾ തന്നെ സമാന്തര സുവിശേഷങ്ങളിൽ വിശുദ്ധ ലൂക്കായുടെയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. വളരെ വിചിത്രമായി തോന്നാവുന്ന ഈശോയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മൾ പലപ്പോഴും പള്ളിയിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത് സമാധാനം കിട്ടാനാണ്, അല്ലേ? സമാധാനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ക്രിസ്തു പറയുകയാണ്, ഈ ഭൂമിയിൽ ഞാൻ സമാധാനമല്ല കൊണ്ടുവന്നിരിക്കുന്നത്, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ലൂക്കാ സുവിശേഷത്തിൻ്റെ വചനം അല്പം വ്യത്യസ്തമായിട്ടാണ് സുവിശേഷകൻ നമ്മോട് പറയുന്നത്. അവിടെ ലൂക്കാ സുവിശേഷം നമ്മൾ വായിക്കുന്നത്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത്ഭുതവും ഒപ്പം അല്പം ഭയവും നമുക്ക് തോന്നുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ വചനത്തിൻ്റെ പൊരുൾ അറിയാത്തത് കൊണ്ടാണ്. ഈ വചനത്തിൻ്റെ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൊക്കെ ഉണ്ട്. നമ്മളതിന് ഇനിയും ഇത് വചനത്തിൽ ഈശോ പറഞ്ഞിട്ടുള്ളതാണ് എന്നതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കീറാമുട്ടി പ്രശ്നങ്ങളായി എന്നും അനുഭവപ്പെടുന്നത്. ചില കീറാമുട്ടി പ്രശ്നങ്ങളെ ഓർത്ത് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നതും ആകുലപ്പെടുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എൻ്റെ കുടുംബത്തിലെ എൻ്റെ സഹോദരങ്ങൾ എന്താ എനിക്കെതിരായി മാറുന്നത്? എനിക്ക് മറ്റുള്ളവരൊക്കെ എൻ്റെ ചങ്ങാതിമാരാണ്, പക്ഷേ എൻ്റെ സഹോദരനാണ് എനിക്കെതിരായി ശത്രുവായി മാറിയിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ്? ദൈവം ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ദൈവസന്നിധിയിൽ ഉയർന്നു പൊങ്ങാറുണ്ട്. വചനം അറിയാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു പറയുവാണ്, ഭൂമിയിൽ സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെ പറയുന്നത്? അവൻ സമാധാന രാജാവാണ് എന്നാണ് വചനം വിളിക്കുന്നത്. സമാധാനത്തിൻ്റെ പുത്രനാണവൻ. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ജെറുസലേം ദേവാലയത്തിലേക്ക് ഓശാന തിരുനാളിൽ കടന്നുപോയ സമാധാന രാജാവ് പറയുവാണ്, ഞാൻ ഈ ഭൂമിയിൽ സമാധാനമല്ല കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണിത്, എന്ത് വിചിത്രമാണിത്. പ്രിയമുള്ളവരെ, ഇത് വിചിത്രമായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകംപൊരുളിലേക്ക് ഇനിയും പ്രവേശിക്കാത്തവർക്കാണ്. അതിൻ്റെ പൊരുൾ കണ്ടെത്തിയവർക്ക്, ക്രിസ്തുവിനെ കണ്ടെത്തിയവർക്ക്, പ്രിയമുള്ളവരെ, ഇതൊരു കീറാമുട്ടി പ്രശ്നമല്ല. എന്താ ക്രിസ്തു പറയുക? അവൻ്റെ നാമം മൂലമാണ് ഈ ഭിന്നത ഉടലെടുക്കുന്നത്. ഒരു കുടുംബത്തിൽ 5 പേരുണ്ടാകാം. 5 പേരിൽ 3 പേർ ക്രിസ്തുവിനോടൊപ്പം, 2 പേർ ക്രിസ്തുവിനെതിരെ. ഭിന്നതയായില്ലേ? 3 പേർ നന്മയ്ക്കൊപ്പം, 2 പേർ തിന്മയ്ക്കൊപ്പം. ഭിന്നതയായില്ലേ? ഈ ഭിന്നതയാണ് കർത്താവ് പറയുന്നത്. ലോകത്തിലെ സമൂഹത്തിലും സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, സുവിശേഷത്തിനെതിരായി ജീവിക്കുന്നവരുണ്ട്.
ഭിന്നതയല്ലേ രാത്രിയും പകലും പോലെ? പ്രിയമുള്ളവരെ, ഈ ഭിന്നത ജീവിതത്തോട് ചേർന്ന് ചുറ്റിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് ഒരുപാടുണ്ട്. തിരിച്ചറിയണം. ഈ ഭിന്നതയിൽ ഞാൻ ഏത് പക്ഷം നിൽക്കുന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നന്മയ്ക്കൊപ്പമാണോ? ഞാൻ ക്രിസ്തുവിനൊപ്പമാണോ? ഞാൻ സുവിശേഷത്തിനൊപ്പമാണോ? ഞാൻ സുവിശേഷ മൂല്യങ്ങളോടൊപ്പമാണോ? ഇതാണ് നാം ഉറപ്പ് വരുത്തേണ്ടത്. പ്രിയമുള്ളവരെ, എന്നിട്ട് നിനക്കെതിരെ ആര് നിന്നുകൊള്ളട്ടെ, സ്വന്തം സഹോദരനോ അപ്പനോ അമ്മയോ പ്രിയപ്പെട്ടവരോ ഉറ്റ ചങ്ങാതിയോ ആരും നിനക്കെതിരായി നിന്നുകൊള്ളട്ടെ, നീ അതിനെക്കുറിച്ച് ഒന്നും ആകുലപ്പെടേണ്ടതില്ല. മറിച്ച് അവൻ ക്രിസ്തുവിനോടൊപ്പമായി തീരാൻ നീ പ്രാർത്ഥിക്കുക. അവൻ ക്രിസ്തുവിനോടൊപ്പമായി തീരാനുള്ള ദാഹം കൊണ്ടു നടക്കുക. ദൈവസന്നിധിയിൽ രാവും പകലും ക്രിസ്തുവിനെതിരായി നിൽക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ടവൻ ആരാണോ, അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ഉറ്റ ചങ്ങാതിയായിരിക്കാം, സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, അവൻ ഈ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക്, ക്രിസ്തുവിൻ്റെ പക്ഷത്തേക്ക് കടന്നു വരാൻ നീ വില കൊടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അതാണ് ഈ ഭിന്നത പരിഹരിക്കപ്പെടാൻ ഇല്ലായ്മ ചെയ്യാനുള്ള ഏക വഴി, ഒറ്റ വഴി. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് ജീവിത വഴികളിൽ നമുക്കെതിരായി നിൽക്കുന്നവരെ ഓർത്ത് നമ്മൾ ആകുലപ്പെടേണ്ടതില്ല. അവരുടെ അജ്ഞത മൂലമാണ്, ഇനി ദൈവത്തെ വേണ്ട പോലെ അറിയാത്തത് മൂലമാണ്. മനഃപൂർവ്വം എന്ന് നമ്മൾ ഒരിക്കലും കരുതിയേക്കരുത്. കർത്താവിനെ അറിഞ്ഞ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ ഒരുവന് കർത്താവിനെ വിട്ടുപിരിയുക സാധ്യമല്ല. ഇത് വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളിൽ നിന്ന് ഒരു നാളിൽ ക്രിസ്തുവിനെയും അവനെ സ്നേഹിക്കുന്നവരെയും അവന് വേണ്ടി ജീവിക്കുന്നവരെയും പീഡിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടവനെ സ്വന്തമാക്കിയ ആ അനുഭവത്തിൽ നിന്ന് പൗലോസ്ലീഹ പിന്നോട്ടേക്ക് നോക്കി പറയുക, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ പറ്റും? പീഡനത്തിനോ ആപത്തിനോ പട്ടിണിക്കോ വാളിനോ മരണത്തിനോ കാരാഗ്രഹവാസത്തിനോ ഒന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന്, പ്രേമത്തിൽ നിന്ന്, പ്രണയത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാവില്ല. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ ചങ്കിനുള്ളിൽ അവൻ തിരിച്ചറിയേണ്ട മഹനീയ സത്യമാണിത്. അവനുണ്ടാകേണ്ട അനുഭവമാണിത്. ഇതാണ് ഏറ്റവും ആഴപ്പെട്ട ദൈവാനുഭവം. വിശുദ്ധ പൗലോസ്ലീഹ ഏറ്റുപറഞ്ഞ ഈ വാക്കുകൾ നമ്മുടേതാക്കി അനുഭവത്തിൽ നിന്ന് നമുക്ക് ഏറ്റുപറയാൻ പറ്റണം. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ പറ്റും? പീഡനത്തിനോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ അപമാനത്തിനോ നിന്ദയ്ക്കോ പീഡനങ്ങൾക്കോ മർദ്ദനത്തിനോ ഒന്നും അവനോടുള്ള പ്രണയത്തിൽ നിന്ന്, പ്രേമത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഇനി ഒരിക്കലും സാധിക്കില്ല. അത്ര കണ്ട് ഞാൻ ക്രിസ്തുവിനോട് ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു. അത്ര കണ്ട് ഞാൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു. അത്ര കണ്ട് ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതം അതിൻ്റെ യഥാർത്ഥ കാമ്പിലേക്ക്, അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക്, അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുക. ഇങ്ങനെ പ്രവേശിച്ച് എത്ര പേര് ലോകത്തുണ്ടാകും, എൻ്റെ കുടുംബത്തുണ്ടാകും, എൻ്റെ ഇടവകയിലുണ്ടാകും എന്നൊക്കെ നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അത് നമ്മളെ ഒരുപാട് തിരിച്ചറിവുകളിലേക്ക്, ഒരുപാട് ഉൾബോധ്യങ്ങളിലേക്ക് നമ്മെ തീർച്ചയായും കൂട്ടിക്കൊണ്ടു പോകും. കർത്താവിൻ്റെ വാക്കുകൾ, വചനങ്ങൾ എന്നും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പല ജീവിത സാഹചര്യങ്ങളിൽ നമ്മളൊരിക്കലും ഇടറിപ്പോവില്ല. ഒന്നും നമുക്കൊരു അസ്വസ്ഥതയ്ക്ക് കാരണമാവില്ല. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിനെ പ്രതി ഈ ഭൂമിയിൽ ഒരു ഭിന്നത ഉളവെടുത്തിട്ടുണ്ട്. ക്രിസ്തു യഥാർത്ഥത്തിലൊരു വാളാണ്. എന്ത് വാളാണ് ക്രിസ്തു എന്ന വാൾ? പ്രിയമുള്ളവരെ, നന്മയെ തിന്മയെ വേർതിരിക്കുന്ന ഒരു വാളാണ്. സ്നേഹത്തെ വെറുപ്പിനെ വേർതിരിക്കുന്ന ഒരു വാളാണിത്. നന്മയെ തിന്മയെ വേർതിരിക്കുന്ന ഒരു വാളാണിത്. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം, ഞാൻ ക്രിസ്തുവിനോടൊപ്പമാണോ അതോ ക്രിസ്തുവിനെതിരാണോ? എൻ്റെ വാക്ക്, എൻ്റെ ചിന്തകൾ, എൻ്റെ നിലപാടുകൾ, എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ എല്ലാം ക്രിസ്തുവിനോടൊപ്പമാണോ? എല്ലാം ക്രിസ്തുവിലായിരിക്കണം. പ്രിയമുള്ളവർ, അപ്പോഴാണ് നാം ക്രിസ്തുവിനുള്ളവരായി തീരുക. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിത വഴികളെ കർത്താവിൻ്റെ വചന വെളിച്ചത്തിൽ നമുക്ക് ആഴത്തിൽ കണ്ടെത്താം. ആ വചനബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ,
ഞാൻ വിശ്വാസിയാണ്, ഞാൻ നിന്നെ അറിഞ്ഞൊരു വ്യക്തിയാണ്, ഞാൻ പള്ളിയിൽ പോകുന്നവനാണ്, കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നവനാണ്, ദിവികാരുണ്യം സ്വീകരിക്കുന്നവളാണ്. പക്ഷേ എൻ്റെ ഈശോയെ, ഞാൻ എൻ്റെ ഹൃദയം നിന്നോട് ചേർന്നാണോ ഇരിക്കുന്നത്? മറ്റെല്ലാം ഉണ്ടായിട്ടും എൻ്റെ ഹൃദയം ഈശോയോടൊപ്പം സ്പന്ദിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, അതൊക്കെ ഒരു ആഭരണം കണക്കെ വ്യർത്ഥമല്ലേ, ഒരു അലങ്കാരം മാത്രമല്ലേ? ഈ പ്രഭാതത്തിൽ നമുക്ക് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ദൈവമേ, നീ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹത്തിൽ പരിപാലിച്ച് വഴി നടത്തുന്ന വഴികളെ, വിധങ്ങളെ എല്ലാം ഓർത്തും നിനക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവെ, ഈ ജീവിതത്തിൽ ജീവനോളം വില നൽകി ഞങ്ങളെ സ്വന്തമാക്കിയ നിൻ്റെ കരുണയ്ക്ക്, സ്നേഹത്തിന് നന്ദി പറയുന്നു. കർത്താവെ, നിൻ്റെ വചനത്തിൻ്റെ അകമ്പൊരുൾ തിരിച്ചറിഞ്ഞ് നിന്നോടൊപ്പം ജീവിക്കാൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ കർത്താവെ, ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും നിന്നോടെപ്പോഴും ചേർന്നിരിക്കാനുള്ള കൃപ നീ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ദൈവവചനത്തിൻ്റെ ആന്തരിക സന്ദേശത്തെ, ചൈതന്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവെ നീ ഞങ്ങളിൽ വന്ന് നിറയണമേ. അമ്മ ദൈവമാതാവേ, വചനത്തിന് മാംസം നൽകിയവളാണ് അമ്മ, ജീവിതം നൽകിയവളാണ് അമ്മ. അമ്മയെപ്പോലെ ഞങ്ങൾ വചനത്തിന്, ദൈവത്തിന്, ദൈവതിരിഹിതത്തിന് ജീവിതത്തെ സമ്പൂർണ്ണമായി വിട്ടു നൽകുവാൻ കഴിവുള്ളവരായി ആ വലിയ സമർപ്പണത്തിലേക്ക് പ്രാർത്ഥിച്ച് അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ, മാലാഖമാരെ, ജീവിത വഴികളിലെന്നും ഞങ്ങളോടൊപ്പമായിരുന്ന് ദൈവതിരിഹിതത്തിൽ ഞങ്ങൾ ജീവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതഗണങ്ങളെ, ജീവിത വഴികളിൽ എപ്പോഴും ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങൾക്ക് ദൈവിക സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രപഞ്ചനാഥനാണെൻ്റെ സർവം, അവിടുന്നു മാത്രമാണെൻ്റെ ദൈവം. ആ നല്ല ദൈവത്തെ ഈ സുപ്രഭാതത്തിൽ കീർത്തനമോടെ ഞാൻ വാഴ്ത്തിടുന്നു. പ്രപഞ്ചനാഥനാണെൻ്റെ സർവം, അവിടുന്നു മാത്രമാണെൻ്റെ ദൈവം. ആ നല്ല ദൈവത്തെ സുപ്രഭാതത്തിൽ കീർത്തനമോടെ ഞാൻ വാഴ്ത്തിടുന്നു. വന്ദനം പരമോന്നതാ, സ്തുതി വന്ദനം ഗുരുവേ, വന്ദനം പരിപാലകാ, സ്തുതി വന്ദനം പരമേ. വന്ദനം പരമോന്നതാ, സ്തുതി വന്ദനം ഗുരുവേ, വന്ദനം പരിപാലകാ, സ്തുതി വന്ദനം പരമേ.
ജീവജാലങ്ങളും നാഥനു ഭൂപാളം പാടിടുന്നു. വാനവും ഭൂമിയും ജീവജാലങ്ങളും നാഥനു ഭൂപാളം പാടിടുന്നു. അവിടുത്തെ ചൈതന്യം ഈ പ്രപഞ്ചത്തിൽ ഞാൻ അനുഭവിച്ചിടുന്നു. പ്രാർത്ഥനയാ വന്ദനം പരമോന്നതാ, സ്തുതി വന്ദനം ഗുരുവേ. വന്ദനം പരിപാലകാ, സ്തുതി വന്ദനം പരമേ. വന്ദനം പരമോന്നതാ, സ്തുതി വന്ദനം ഗുരുവേ. വന്ദനം പരിപാലകാ, സ്തുതി വന്ദനം പരമേ. മാർഗവും സത്യവും ജീവനുമായ നീ സ്വർഗീയ നാളമായി വന്നിടണേ. മാർഗവും സത്യവും ജീവനുമായ നീ സ്വർഗീയ നാളമായി വന്നിടണേ. അവിടുത്തെ സ്നേഹത്താൽ ഈ പുലർവേളയിൽ പുതു സൃഷ്ടിയായ എന്നെ മാറ്റിടേണം. വന്ദനം പരമോന്നതാ, സ്തുതി വന്ദനം ഗുരുവേ. വന്ദനം പരിപാലകാ, സ്തുതി വന്ദനം പരമേ. പ്രപഞ്ചനാഥനാണെൻ്റെ സർവം, അവിടുന്നു മാത്രമാണെൻ്റെ ദൈവം. ആ നല്ല ദൈവത്തെ ഈ സുപ്രഭാതത്തിൽ കീർത്തനമോടെ ഞാൻ വാഴ്ത്തിടുന്നു. വന്ദനം പരമോന്നതാ, സ്തുതി വന്ദനം ഗുരുവേ. വന്ദനം പരിപാലകാ, സ്തുതി വന്ദനം പരമേ. വന്ദനം പരമോന്നതാ, സ്തുതി വന്ദനം ഗുരുവേ. വന്ദനം പരിപാലകാ, സ്തുതി വന്ദനം പരമേ. വന്ദനം പരമോന്നതാ, സ്തുതി വന്ദനം ഗുരുവേ. വന്ദനം പരിപാലകാ, സ്തുതി യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളോടും ചേർന്ന് കത്തോലിക്ക തിരുസഭയോട്, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ വാപ്പയോട്, മെത്രാന്മാരോട്, വൈദിക ഗണത്തോട് എല്ലാം ചേർന്ന് ഒരു മനസ്സോടെ നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ സ്വർഗത്തിലേക്ക്, നല്ല ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിലും വേദനകളിലും രോഗങ്ങളിലും പീഡനങ്ങളിലും മർദ്ദനങ്ങളിലൊക്കെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളെ പ്രാർത്ഥനയോടെ ഓർത്ത് അവരെയും നമുക്ക് ഈ നിമിഷങ്ങളിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിത നിയോഗങ്ങളെ, ആവശ്യങ്ങളെല്ലാം ഉയർത്തി, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ എന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായി അവിടുത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്ക്, പ്രോത്സാഹനങ്ങൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഓരോ ദിവസവും വലിയ അഭിഷേകമായ അനുഗ്രഹമായി ഈ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് എത്തുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും ചൊല്ലുന്ന നൊവേന പ്രാർത്ഥനകളിലും ജപമാലകളിലും എല്ലാം ഈ ശുശ്രൂഷ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പ്രേക്ഷിത മക്കൾ മരിയൻ കൂടാരങ്ങൾ രാവും പകലും നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ദൈവം നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ തക്ക സമയത്ത് ഇടപെട്ട് തൻ്റെ മഹത്വം, തൻ്റെ കരുണ നിങ്ങൾക്കായി വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.